ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ കോതമംഗലത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഇവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങാനായി ഞാൻ പദ്ധതിയിടുന്നുണ്ട്. പക്ഷേ മുൻപ് നടത്തിയിരുന്ന ബിസിനസ് ഒന്നും ഇവിടെ വിജയിച്ചിട്ടില്ല. നിലവിലുള്ള ഈ സ്ഥലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് പറഞ്ഞു തരണമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻപ് ബിസിനസ് ഒക്കെ വളരെ മോശമായിരുന്നതുകൊണ്ട് തന്നെ അതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോഴാണെങ്കിലും ഒരു പുതിയ വീട് നമ്മൾ വെക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോഴാണെങ്കിലും ഇതൊക്കെ നമുക്കിതിന് വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിനൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. കണക്കം നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഏതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഏത് ബിൽഡിങ് നമ്മൾ പണിയുകയാണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കിലല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനങ്ങളുണ്ടാവില്ല. പലപ്പോഴും ചില ആൾക്കാർ ചില ലോഡ്ജുകളൊക്കെ പണിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന കാണാറുണ്ട്. പലപ്പോഴും വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെന്ന് നോക്കും. പലപ്പോഴും അതിൻ്റെ ചുറ്റളവ് തെറ്റായിരിക്കാം. ചില ഓഡിറ്റോറിയങ്ങളാണെന്നുണ്ടെങ്കിലും ചില ലോഡ്ജുകളാണെന്നുണ്ടെങ്കിലും തെറ്റായ അളവിൽ പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് താമസിക്കില്ല. അല്ലെങ്കിൽ താമസിക്കുമ്പം ചെറിയ ഫ്ലാറ്റുകളാണെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിനെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ല. മാറി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ഹോട്ടലിലെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ഹോട്ടലിനായിട്ടൊരു ബിൽഡിംഗ് കെട്ടിയെങ്കിലും ഇതിൻ്റെ ചുറ്റളവ് തെറ്റാണ്. കാരണം ഇതിനകത്ത് ഒരു 140 സെൻറ്റിമീറ്റർ കൂടി ഇവർ സ്ക്വയർ ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചുറ്റളവ് കൃത്യമാവുകയുള്ളൂ. കാരണം വെച്ചാൽ നിലവിൽ ഇത് ചുറ്റി നിൽക്കുന്ന ഒരു ഹോട്ടലാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഏത് സംരംഭങ്ങൾ തുടങ്ങിയാലും അതൊരു സക്സസ് ആവണമെന്നില്ല. ചിലപ്പം നല്ല ജാതക ബലമുള്ളവനാണ് ഈ ഹോട്ടൽ തുടങ്ങുന്നതെങ്കിൽ കുറച്ച് നാളൊക്കെ ചിലപ്പം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ലാസ്റ്റ് പറയുമ്പം അത് ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളും നഷ്ടങ്ങളും വന്നിട്ട് അത് നിർത്തേണ്ട അവസ്ഥയിലേക്ക് പോകും. ചുറ്റളവ് ഇത് കൃത്യമാക്കണം. അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനാണ് ഇതിൻ്റെ തൊഴിലിൻ്റെ പോർഷനായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ തൊഴിലിൻ്റെ പോർഷനിൽ ഇവർ ശരിക്കും ഒരു വർക്ക് ഏരിയ എന്തോ ഇവർ തെക്കിഴക്ക് ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്ത് ഇവർ ഇറക്കിയ സമയത്ത് ഈ തൊഴിലിൻ്റെ പോർഷൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഇതിനകത്ത് ആര് ബിസിനസ് ചെയ്താലും ജോലിയിൽ ഇവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവില്ല, അല്ലെങ്കിൽ പണിക്കാർ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ജോലി തടസ്സങ്ങൾ വരാം. ഇവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഇൻകം കിട്ടി ഈ കട മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു കോർണർ ഇവർ സ്ക്വയർ ചെയ്തെടുത്തിട്ട് ഒരു റൂമോ എന്തെങ്കിലുമായിട്ട് കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ട് ഇത് സെറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കുളം കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് മാക്സിമം റോഡിലോട്ട് നീങ്ങി നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ളതുമാണ്. കാരണം തെക്ക് ഭാഗത്തായിട്ട് ഇവരൊരു കിണർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ പ്ലോട്ടിനെ നമ്മൾ മൊത്തം അളന്ന് ചിട്ടപ്പെടുത്തുമ്പം ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടാണ് ഈ കിണർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ബ്രഹ്മസ്ഥാനത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയോ കിണറോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് പച്ച പിടിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കിണറിനെ ഇവരൊരു മതിൽ കെട്ടിയിട്ട് ഇവർ പുറത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും തെക്ക് ഭാഗത്തുള്ള സ്പേസ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. കാരണം മതിലെന്ന് പറയുമ്പോൾ വലിയ മതിലൊന്നും കെട്ടണമെന്നില്ല, ഭൂമിക്കടിയിലുള്ളൊരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കിട്ടുക. ബാക്കിയുള്ള ഭാഗം ഇവർക്ക് വേണമെങ്കിൽ കാർ പാർക്കിങ്ങിനൊക്കെ ഇവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ നിലവിലുള്ള കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ മെയിൻ ഡോറ് ഉച്ചസ്ഥാനത്താക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ല. കാരണം വെച്ചാൽ മെയിൻ ഡോറിൻ്റെ സ്ഥാനം നീചസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരിക്കലും നമുക്കൊരു പോസിറ്റീവ്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. നല്ലൊരു ബിസിനസ്സോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതല്ല ഒരു ഐശ്വര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്ത് മാറ്റണം, മെയിൻ ഡോറ് ഉച്ചസ്ഥാനത്തേക്ക് ഇവർ മാറ്റണം. അതുപോലെ കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ ഇതിൻ്റെ ഉടമസ്ഥനിരിക്കുന്ന ഓഫീസ് റൂം ഓരോ ദിക്കുകളും പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യണം. അതിലുപരി അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ പോർഷനും പ്രോസ്പിരിറ്റിയുടെ പോർഷനും സഹായത്തിൻ്റെ പോർഷനും ഇവർ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്താൽ നല്ല രീതിയിലുള്ള കസ്റ്റമർ കിട്ടുകയും നല്ല രീതിയിലുള്ള ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ പ്രോസ്പെരിറ്റി ഇവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ജാതക പ്രകാരം കിഴക്ക് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് ഉത്തമമായിട്ട് കാണുന്നത്. അതനുസരിച്ച് ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ക്യാഷ് ബോക്സ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സ്ഥാപിക്കുക. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ക്യാഷുകളൊക്കെ അതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ വരുന്നതിനും നല്ല ധനവരവ് വരുന്നതിനൊക്കെ അത് കാരണമായി തീരും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി റൂം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ക്രമീകരിക്കുക. കാർ പാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഇതിനകത്ത് കാർ പാർക്ക് ചെയ്യുന്നതിന് സ്ഥലമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
മറ്റു വിഷയങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ കാണുന്നില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, തൊഴിലിൻ്റെ പോർഷൻ്റെ കംപ്ലൈൻ്റാണ്. രണ്ട്, ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു കിണർ വരുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം മെയിൻ ഡോറിൻ്റെയും ഇതിനകത്തുള്ള കണക്കിൻ്റെയും വിഷയമാണ്. ആ കാര്യങ്ങളൂടെ ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് ഇദ്ദേഹം നല്ല രീതിയിലുള്ളൊരു ബിസിനസ് നല്ലൊരു സമയം കുറിപ്പിച്ചിട്ട് തുടങ്ങുക. എന്തായാലും തീർച്ചയായും ഇതിനകത്ത് ഐശ്വര്യം അദ്ദേഹത്തിന് പൂർണ്ണമായും ഉണ്ടാവും. ധൈര്യമായിട്ട് തുടങ്ങുക. ഇപ്പോൾ വീടുകളാണെങ്കിലും ശരി, വീടിനോട് ചേർന്ന് കടമുറി എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ വാസ്തുവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു പ്രശ്നം ആവാതെ ഇപ്പോൾ തൊഴിൽ മേഖലയെ മാത്രം ബാധിക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മാത്രം ബാധിക്കുക, അല്ലെങ്കിൽ ആരോഗ്യത്തെ മാത്രം ബാധിക്കുക, അങ്ങനെ വാസ്തുപരമായ ദോഷം ഒറ്റപ്പെട്ട് വരാറുണ്ടോ? തീർച്ചയായും വരണം. കാരണം ഒന്ന്, ഇതിനകത്ത് നമുക്കിപ്പോഴും വാസ്തുവിനെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരുടെയും ജാതകങ്ങളൊക്കെ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായിട്ടുള്ള ജാതകം ആയതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും നക്ഷത്രങ്ങളും വ്യത്യസ്തമായിരിക്കാം. കാരണം എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും ഒരുപോലെ നല്ല കാലങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ചില ദശാകാലങ്ങളൊക്കെ വളരെ മോശമായിരിക്കാം. ചില നക്ഷത്രക്കാർക്ക് നല്ല സമയങ്ങളായിരിക്കാം. പക്ഷേ എന്തായാലും നല്ല നക്ഷത്രമായാലും നല്ല സമയമാണെങ്കിലും വാസ്തു ദോഷമുള്ള ഒരു ഫ്ലാറ്റിലോ ഒരു വീട്ടിലോ നമ്മൾ താമസിച്ച് കഴിയുമ്പം അതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലുള്ള വാസ്തുദോഷമുണ്ടോ അത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും പൂർണ്ണമായിട്ട് ബാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ദാമ്പത്യത്തിൻ്റെ ഭാഗത്താണ് ഒരു കംപ്ലൈൻറ്റ് വരുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വീട്ടിൽ താമസിക്കുക ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിൽ മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാൽ വഴക്കും ബഹളങ്ങളുമാണ്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും പൊളിച്ചു പണിയണമെന്നൊന്നുമില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ചില പഞ്ചഭൂതങ്ങളൊക്കെ വെച്ചിട്ട് ചില കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ട് നമുക്കത് എനർജൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ചില ഫ്ലാറ്റുകളുണ്ട്. ഒരിക്കലും അതിൻ്റെ അകത്തൊരു ഫ്ലാറ്റാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ആർക്കും താമസിക്കാൻ പറ്റാത്ത എത്രയോ ഫ്ലാറ്റുകളുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിലോ നമ്മൾ വന്ന് അളന്ന് കഴിയുമ്പോൾ മിക്കവാറും അതിൻ്റെ ചുറ്റളവ് മരണച്ചുറ്റിലായിരിക്കും. കാരണം ഒരു മരണച്ചുറ്റിൽ നിൽക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് അതിനകത്ത് ആൾക്കാർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഓരോ ചുറ്റളവിൻ്റെയും ഓരോ കണക്കനുസരിച്ച് അതിനകത്ത് നല്ലതുമുണ്ട്, മോശമുണ്ട്, മധ്യമമുണ്ട്, പല കാര്യങ്ങളുണ്ട്. കാരണം അതനുസരിച്ച് അതിനകത്ത് പ്രോസ്പെരിറ്റിയുടെ കാര്യങ്ങളായാലും ദാമ്പത്യത്തിൻ്റെ കാര്യങ്ങളായാലും ശരിക്കും വാസ്തു അറിയാവുന്ന ഒരാൾക്ക് അതിനെ വിലയിരുത്താൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യുന്ന വീട്, അത് നമ്മളൊരു വീട് പണിയുമ്പം ആയുഷ്കാലത്തേക്ക് മൊത്തം താമസിക്കാനായിട്ട് നമ്മളൊരു വീട് പണിയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം കൃത്യമായിട്ടുള്ള അളവിൽ നമ്മളത് ചെയ്യണം. രണ്ട്, ഒരു പഞ്ചഭൂതങ്ങൾ ഓരോ ദിക്കും ഓരോ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോ ദിക്കിലും വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള ദോഷഫലങ്ങളിലുള്ള പഞ്ചഭൂതങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, കാരണം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കിണർ വരേണ്ടിടത്തല്ല കിണർ വരുന്നതെങ്കിൽ അതൊക്കെ ദോഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നവരെ ബാധിക്കും. വാസ്തു നോക്കുമ്പോഴാണെങ്കിലും പരിഹാരം ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ ആ ഭാഗത്ത് വരുന്ന വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ട് ഒരിക്കലും അത് രണ്ടാമത് തിരിച്ചു വരില്ല. അതുപോലെ ഇപ്പോൾ ഈ കടയെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ കിണർ വന്നിരിക്കുന്ന തെക്ക് ഭാഗത്താണ്. കാരണം ഒരിക്കലും തെക്ക് ഭാഗത്ത് കിണർ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ബ്രഹ്മസ്ഥാനത്തായിട്ട് കിണർ വരുമ്പം ഈ വസ്തു ആരുടെയാണെന്നുണ്ടെങ്കിലും ഈ കെട്ടിടം ആരുടെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റില്ല, ബിസിനസ്സിൽ മുന്നേറാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പരിഹാരം ചെയ്തിട്ട് ഇതിനകത്ത് ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് നല്ല ഒരു ലാഭം കിട്ടത്തക്കോണം ആ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ധൈര്യമായിട്ട് തുടങ്ങുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയൽ എന്ന മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.